തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റിന് നിരക്ക് കൂട്ടി 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. HDS മീറ്റിംഗിൽ ആശുപത്രി വികസന സമിതിയുടേതാണ് തീരുമാനം. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം സാധാരണ ജനങ്ങളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ 10 രൂപ കൂട്ടിയെന്ന് പറയുമ്പോൾ വളരെ വലിയൊരു നിരക്ക് കൂട്ടൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള സർക്കാർ ആശുപത്രികൾ. അത് മറ്റു മെഡിക്കൽ കോളേജുകളാണെങ്കിലും ജനറൽ ആശുപത്രി ആണെങ്കിലും ഇവിടെയാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഇവിടെയാണ് ഇത്തരത്തിൽ കുത്തനെ ഒ.പി. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ടാണ് നൽകിയിരുന്നത്. ഇപ്പോൾ 10 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ആശുപത്രി വികസന സമിതിയുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഈ 10 രൂപ വർദ്ധിപ്പിക്കാനുള്ളൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം ഇവരുമായി ഈ കൂടിയാലോചനയിൽ 20 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരുന്നത്. പക്ഷേ ഇന്ന് യോഗത്തിൽ അത് 10 രൂപയാക്കി വർദ്ധിപ്പിക്കാം, വ്യാപകമായി പ്രതിഷേധം ഉയർന്നതോടുകൂടി 10 രൂപ വർദ്ധിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. വ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. കളക്ടറുടെ അധ്യക്ഷതയിലാണ് ഇന്ന് യോഗം ചേർന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതിനിധി, മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇത് ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് ആശുപത്രിയിൽ എത്തുന്ന രോഗികളിൽ നിന്നും 10 രൂപ ഈടാക്കി ഈ ഫണ്ട് ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു കാര്യം. നേരത്തെ സമാനമായ രീതിയിൽ ഒ.പി. ടിക്കറ്റിന് നിരക്ക് ഈടാക്കാനുള്ള ഒരു ശ്രമം ആശുപത്രി വികസന സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യാവകാശ കമ്മീഷനാണ് വിഷയത്തിൽ ഇടപെട്ട് നിരക്ക് വർദ്ധിപ്പിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വീണ്ടും ആ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും രോഗികളുടെ ഭാഗത്തു നിന്നും വ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, ഏതാണ്ട് ദിവസവും 10,000-കണക്കിന് ആളുകളാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്നത്. അത് തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല, മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ഇത്ര കുത്തനെ ഒ.പി. ടിക്കറ്റിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒരു ഏകപക്ഷീയമായിട്ടാണ് ആശുപത്രി വികസന സമിതി തീരുമാനം കൈക്കൊണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തത്സമയ വിവരങ്ങളുമായി ചേർന്നത് രശ്മി കാർത്തിക.